നമസ്കാരം. സ്പോർട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തൃശൂരിലെ പടക്കശാല ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പടക്കശാല അപകടം അന്വേഷിക്കും. അപകടം പ്രത്യേക ദുരന്തമായി മന്ത്രിസഭാ യോഗം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ വീതം നൽകും. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതവും 6 മാസത്തെ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കും. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ നിശ്ചയിക്കുകയുണ്ടായി. സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് അതിന്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ആവശ്യമായ നിർദ്ദേശം ക്യാബിനറ്റ് നിശ്ചയിച്ചനുസരിച്ച് രേഖപ്പെടുത്തുകയുണ്ടായി. ഇതൊരു സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന വിധത്തിലുള്ള സഹായങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സവിശേഷ ദുരന്തമായി അത് പ്രഖ്യാപിക്കുകയുണ്ടായത്. ഇതിന്റെ ഭാഗമായി മരിച്ച ആളുകളുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയും അടക്കം 14 ലക്ഷം രൂപ നൽകാൻ വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധി പ്രകാരം അനുവദനീയമായ തുക ലഭ്യമാകും. അതിനു പുറമെ 2 ലക്ഷം രൂപ കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രത്യേക സഹായമായി STRF നിന്ന് കിട്ടുന്ന പണത്തിന് പുറമെ CMDRF നിന്ന് 2 ലക്ഷം രൂപ കൂടി നൽകും. പരിക്കേറ്റവരെ 6 മാസക്കാലത്തേക്ക് സർക്കാരോ സ്വകാര്യ ആശുപത്രിയിലോ ചികിത്സ ചെയ്യേണ്ടി വരുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചെലവുകൾ സർക്കാർ എടുക്കാൻ നിശ്ചയിച്ചു. ആ നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ സംഖ്യ ജില്ലാ കളക്ടർക്ക് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കാനുള്ള തീരുമാനമെടുത്തു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമെടുക്കില്ല എന്ന് മന്ത്രി VN വാസുദേവൻ പറഞ്ഞു. 2 ദേവസ്വങ്ങളുമായി ആലോചിച്ച് തീരുമാനമെടുക്കും. നാളെ ഇത് സംബന്ധിച്ച യോഗം ചേരുമെന്നും ദേവസ്വം മന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വവും അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വവുമായി ആശയവിനിമയം നടത്തി നാളെ രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ നേരത്തെ ഞങ്ങൾക്ക് അനുമതി തന്ന ഒരു മീറ്റിംഗ് ഞങ്ങൾ വിളിച്ചിരുന്നു. മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ മീറ്റിങ്ങിന് അനുമതി നൽകാതിരുന്നുകൊണ്ടാണ് അവലോകന യോഗം മന്ത്രിമാരിടപെട്ട് നടത്താതിരുന്നത്. എന്നാൽ അതിനെ തുടർന്ന് ഞാൻ ഹൈക്കോടതി കൊടുത്ത പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്നലെ നമുക്ക് അനുമതി തന്നു നാളെ മീറ്റിംഗ് വിളിക്കുന്നതിന് വേണ്ടി. ആ മീറ്റിംഗ് നാളെ രാവിലെ 10:30 മണിക്ക് ഇവിടെ കളക്ട്രേറ്റിൽ നടക്കും. അപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ പ്രമുഖരും ബന്ധപ്പെട്ട ദേവസ്വം ഭാരവാഹികളും ഇവരെല്ലാം ചേർന്ന് കൂടുന്ന ആ മീറ്റിംഗിൽ വെച്ച് പൂരവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് അവസാന തീരുമാനമെടുക്കും. അതിനുശേഷം അക്കാര്യങ്ങൾ വിശദീകരിക്കാം. ഇപ്പോൾ ഏതായിരുന്നാലും ആ ഒരു ഉണ്ടായ പശ്ചാത്തലത്തിൽ നമുക്ക് അഡ്വാൻസായി കയറി അത് വേണ്ടെന്ന് ഏകപക്ഷീയമായി ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരിങ്ങനെ പ്രഖ്യാപിക്കുകയോ അല്ല അതിൻ്റെ ശരി. എല്ലാവരുമായി കൂടിയാലോചിച്ചതിന് ശേഷം നാളെ അത് പ്രഖ്യാപിക്കുന്നതാണ് ശരി എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ആ ചോദ്യത്തിന് മറുപടി ഇതാണ് പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത്. സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ളവർ ദുരന്ത സ്ഥലത്ത് എത്തി. അപകട സമയത്ത് 34 പേർ സ്ഥലത്തുണ്ടായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നാളെയും തെരച്ചിൽ തുടരാനാണ് തീരുമാനം. 18-അംഗ സംഘം സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും DGP റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി. ഞാനും പിന്നെ ബാക്കിയുള്ള പോലീസ് ഓഫീസേഴ്സും നമ്മുടെ ശ്രീ ബിജു JD സെക്രട്ടറിയും എല്ലാവരും ഇവിടുത്തെ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രാഥമികമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. നമ്മൾ ഇവിടുത്തെ സംഭവം എങ്ങനെയാണോ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ നൗ. ഞങ്ങളുടെ ഇപ്പോഴത്തെ വരെ ഒരു പ്രാഥമികമായിട്ടുള്ള അന്വേഷണ ഭാഗമായിട്ട് 34 പേര് അക്കൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ 9 persons ഡെഡാണ്. 5 പേരിനെ ഐഡൻറ്റിഫൈ ചെയ്തു. അവരൊക്കെ ഫാമിലി മെമ്പേഴ്സ്ക്ക് ഏൽപ്പിച്ചു. 2 പേര് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ സ്റ്റിൽ ഇൻ ദ ഹോസ്പിറ്റൽ. ബാക്കി 2 പേരുടെ അവരുടെ ഐഡൻറ്റിഫൈ ആയിട്ടില്ല. അവർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളിലെ 13 പേര് പോലും ഹോസ്പിറ്റലിലുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ബാക്കി 10 പേര് വീട്ടിൽ പോയി നേരത്തെ അവർക്ക് പരിക്കില്ലാതെ. 2 പേർക്ക് പരിക്ക് കിട്ടിയതിന് ശേഷം അവർ കുറച്ച് സിറ്റുവേഷന് ശേഷം ദേ ഹാവ് ഗോൺ ബാക്ക് ടു ദെയർ ഹോംസ്. നൗ വി ഹാവ് ഫോംഡ് മേജർ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹിയർ. 18 ടീംസ് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർ കമ്മീഷണർ ഓഫ് പോലീസിൻ്റെ നേതൃത്വത്തിലാണ്. To take care of this site here, we have one particular special team.
And another team has been formed under the for the investigation purpose. നമ്മുടെ ACP ക്രൈം ബ്രാഞ്ച് തൃശ്ശൂർ സിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് പുറമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. വിൽ ബി ഗോയിങ് ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദി ഹൗ ദ ഇൻസിഡൻറ്റ് ഹാപ്പൻ ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റെപ്സ് ഹാവ് ടു ടേക്കൻ ദെയർ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സമഗ്രമായിട്ട് അന്വേഷിക്കുന്നതാണ്. TG സജിത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. സജിത്ത്, അവിടെ വളരെ കൃത്യമായി മന്ത്രിമാർ ക്യാമ്പ് ചെയ്ത് തന്നെ കാര്യങ്ങൾ നേതൃത്വം നൽകുന്നത് കാണുമ്പോൾ സന്തോഷം. അതിനപ്പുറത്തേക്ക് ഈ അപകടം ഉണ്ടായ സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 42 പേരുണ്ടായിരുന്നു എന്നൊക്കെയാണ്. ഇപ്പോൾ അത് 34 പേർ എന്നാണ് പോലീസ് പറയുന്നത്. ഈ തെരച്ചിൽ ഇനിയും തുടരുകയാണോ? കൂടുതൽ മരണസംഖ്യ വരാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ടോ സജിത്ത്? എൽദോ, എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട് എൽദോ സൂചിപ്പിച്ചതുപോലെ ആദ്യം 42, ഇപ്പോൾ 34 എന്നൊരു നമ്പർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പോലീസാണ്. സംസ്ഥാന പോലീസ് മേധാവി റബാഡ ചന്ദ്രശേഖർ സ്ഥലത്ത് സന്ദർശനം നടത്തിയ ശേഷമാണ് 34 പേരാണ് ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം പറയുന്നത്. അപ്പോഴാണ് ആ 34 പേർ അപകടത്തിൽപ്പെട്ടോ എന്നൊരു ആശങ്കയിലേക്ക് പോകുന്നത്. എന്തായാലും എത്ര പേർ അപകടത്തിൽപ്പെട്ടു, ഈ അപകടത്തിൻ്റെ എത്ര വലിയ വ്യാപ്തിയുണ്ട്, അപകടത്തിൻ്റെ കാരണം എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത ഉണ്ടായിട്ടില്ല എന്നതാണ്. ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം സാധ്യമല്ലെന്ന കാര്യം മന്ത്രിമാരും ഒപ്പം തന്നെ പോലീസ് അടക്കമുള്ളവരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. നാളെയും സ്ഥലത്ത് പരിശോധന നടക്കുന്നുണ്ട്. ഈ കടാവർ ഡോഗ്സിനെ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നാളെയും തുടരും. അത്തരത്തിൽ സ്ഥലത്ത് പരിശോധന നടക്കുന്ന ഒരു വശത്ത്, മറിച്ച് രണ്ടാമത്തെ കാര്യം അപകടത്തിന് കാരണമായത് എന്ത് സംഭവം, ഏത് രീതിയിലാണ് അപകടമുണ്ടായത്, എന്തെങ്കിലും അട്ടിമറി സാധ്യതകളുണ്ടോ, അത്തരം സൂചനകളൊക്കെ ഇപ്പോഴും ചിലതൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥിരീകരണവുമില്ല. ചൂട് കൂടിയത് മാത്രമാണോ അപകടത്തിന് ഇടവെച്ചത്, മറ്റെന്തെങ്കിലും പിഴവ് അവിടെ സംഭവിച്ചിട്ടുണ്ടോ, ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഇതിലാണ് അന്വേഷണം നടക്കുന്നത്. ഒരു 18-അംഗ ടീം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് റബാഡ ചന്ദ്രശേഖർ ഇന്ന് അവിടെ സന്ദർശിച്ച ശേഷം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നതാണ് വസ്തുത. അതിലേക്ക് അന്വേഷണം ഇനി നടക്കേണ്ടതുണ്ട് എന്നാണ് സാഹചര്യം. സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ അവിടെ ആ മേഖലയിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ, ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം രാവിലെ ചേർന്ന് തീരുമാനമെടുത്തത്. 1, നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. 2, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു എന്നതാണ്. CN രാമചന്ദ്രൻ നായർ തന്നെ ഈ വിഷയവും അന്വേഷിക്കും. മുമ്പും സമാനമായ ചില സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലകൾ ഏറ്റെടുത്ത് നിർവഹിച്ചിട്ടുള്ള വ്യക്തിയാണ് CN രാമചന്ദ്രൻ. അദ്ദേഹവും ഈ ചുമതല ഏറ്റെടുക്കുമെന്ന കാര്യം അദ്ദേഹവും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ വ്യക്തത വരട്ടെ എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ അപകടം സംബന്ധിച്ച അവ്യക്തതകൾ ഇപ്പോഴും തുടരുന്നു എന്ന സാഹചര്യം മുന്നിലുണ്ട്. അപകട കാരണം സംബന്ധിച്ച് വ്യക്തത ഉണ്ടായിട്ടില്ല, അപകടത്തിന്റെ വ്യാപ്തി സംബന്ധിച്ചും വ്യക്തത ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതുവരെയുള്ള ചിത്രം. സജിത്ത്, ഈ അപകടത്തിന്റെ സാഹചര്യം എങ്ങനെയാണ് ആ ഒരു തീ ഉണ്ടായത്? ഇപ്പോൾ ഇന്നലെ രക്ഷപ്പെട്ട അദ്ദേഹം പറഞ്ഞത് ഒരു പക്ഷേ വെയിലിന്റെ കാഠിന്യം കൊണ്ട് ഒരു ലെൻസിൽ ഉണ്ടാവുന്ന പരിണാമം പോലെ തീ ഉണ്ടായതാകാമെന്ന് പരിചയസമ്പന്നനായിട്ടുള്ളൊരു പടക്ക നിർമ്മാണ തൊഴിലാളിയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ. അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച അത്തരത്തിലൊക്കെയാണ് ആയിരിക്കാമെന്ന്. അതിനു പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങൾ, ഏതെങ്കിലും സൂചനകൾ ഈ പോലീസ് നൽകുന്നുണ്ട്? അത്തരം സൂചനകളൊന്നും വന്നിട്ടില്ല. പക്ഷേ എൽദോ ഇതിൽ വലിയ ആശയക്കുഴപ്പമുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. എൽദോ സൂചിപ്പിച്ചത് വിൽസൺ ഈ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അതിൻ്റെ വീഡിയോ അടക്കം നേരത്തെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. താൻ ഇനി ജോലിയിലേക്ക് പോലും ഇല്ല എന്നതൊക്കെയാണ് ഈ അപകടത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത്. താൻ ഓടി മാറുകയാണ് ചെയ്തത്, അതുകൊണ്ടാണ് തനിക്ക് രക്ഷപ്പെടാനായത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം. അദ്ദേഹവും പറയുന്നത് അപകട കാരണം സംബന്ധിച്ച അവ്യക്തതകളാണ്. ഒരുപക്ഷെ ചൂട് കൂടിയത് അപകടത്തിന് കാരണമായേക്കാം. മറ്റ് അട്ടിമറി സാധ്യതയൊന്നും അദ്ദേഹവും മുന്നോട്ട് വെക്കുന്നില്ല. അപ്പോൾ ചൂട് കൂടുമ്പോൾ ഇത്തരമൊരു അപകടം ഉണ്ടായത് എന്തുകൊണ്ടാണ്, അതിൻ്റെ മുൻകരുതൽ ഉണ്ടാവാതെ പോയത് എന്തുകൊണ്ടാണ്, മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ജോലിക്കാരാണ്, അവർക്ക് എന്തുകൊണ്ട് ഈ സാധ്യത മുന്നിൽ കാണാൻ കഴിഞ്ഞില്ല? മറ്റൊന്ന്, അപകടമുണ്ടായപ്പോൾ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ എന്തെങ്കിലും രക്ഷാ സംവിധാനങ്ങൾ, ഫയർഫോഴ്സ് സംവിധാനങ്ങൾ അടക്കം ഒരുക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഇങ്ങനെ ഉയർത്തുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. ഇന്ന് കൊച്ചിയിൽ നിന്നും നമ്മോട് പ്രതികരിച്ച ഈ കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് ദുരന്തമായ പുറ്റിങ്ങൽ ദുരന്തത്തിൽ അന്വേഷിച്ച AV ഗോപിനാഥ് കമ്മീഷൻ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. പുറ്റിങ്ങൽ ദുരന്തത്തിൽ താൻ കൈമാറിയ അന്വേഷണ റിപ്പോർട്ടിൽ നിരവധി കാര്യങ്ങൾ അദ്ദേഹം പരാമർശിച്ചിരുന്നു. ഇനി ഇത്തരമൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും ജാഗ്രതാ നടപടികളും, പക്ഷെ അതൊന്നും ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് വീണ്ടും അപകടമുണ്ടായതെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ എങ്ങനെ എന്ന കാരണത്തിലേക്കൊക്കെ വിശദമായ അന്വേഷണം കടന്നു പോവേണ്ടതുണ്ട്. സജിത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, അതായത് നമ്മൾ ആ അപകടം നടന്ന സ്ഥലത്തെ പറ്റി നോക്കുകയാണെങ്കിൽ വളരെ ഒറ്റപ്പെട്ട വിജനമായിട്ടുള്ള
മനോഹരമായിട്ടുള്ള ഒരു പാടത്തിൻ്റെ നടുവിലാണ് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അപ്പോഴും അവിടേക്ക് ഒരു അപകടം മുൻകൂട്ടി കണ്ട് അല്ലെങ്കിൽ മുന്നിൽ കണ്ട് പ്രവർത്തിക്കാൻ പാകത്തിനുള്ള ഒരു വഴി പോലും ഇല്ല. ആ രക്ഷാദൗത്യത്തിൽ വലിയ പ്രതിസന്ധി ആദ്യമായത് ഫയർഫോഴ്സിന് നേരിട്ട് അവിടേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് അവിടെ ബണ്ട് പൊട്ടിച്ച് മതിൽ പൊട്ടിച്ചൊക്കെയാണ് ആ അപകടം നടക്കുന്ന സ്ഥലത്തേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന് പോലും എത്താൻ കഴിയുന്നത്. അപ്പോൾ ഈ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിച്ച് വേണ്ടേ ഈ ഇത്തരം പടക്ക നിർമ്മാണശാലകൾ ക്രമീകരിക്കാൻ പോലും? വലിയ ചോദ്യമാണ് എൽദോ ഇത് ഉയർത്തുന്നത്. കാരണം ഇനി ഇത്തരം പടക്കം വെടിക്കെട്ട് വേണം, നമുക്ക് ആവശ്യമാണോ എന്ന ചോദ്യം പോലും ഈ ഘട്ടത്തിൽ ഒന്നുകൂടി പ്രസക്തമായി ഉന്നയിക്കപ്പെടുകയാണ്. പൊതുസമൂഹം തന്നെ അത് ഉന്നയിക്കപ്പെടുകയും ചെയ്യുകയാണ്. കരിയും കരിമരുന്നും നമുക്ക് ആവശ്യമാണോ എന്ന ചോദ്യം തന്നെ ഉയരുന്നുണ്ട്. ഇതൊക്കെ വലിയ ചർച്ചകൾക്ക് വിധേയമാവേണ്ടതാണ്. കോടതികളുടെയും പൊതുസമൂഹത്തിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ദേവസ്വങ്ങളുടെയും ഇതിൻ്റെ സംഘാടകരുടെയും ഒക്കെ പൊതുവായ അഭിപ്രായം ഇതിൽ രൂപപ്പെട്ടു വരേണ്ടതുമാണ്. പക്ഷേ നമുക്ക് മുന്നിൽ ഈ അപകടങ്ങൾ നൽകുന്ന ഒരു ചോദ്യം അതാണ്. മനുഷ്യജീവൻ വെച്ച് പന്താടുന്ന ഇത്തരം വെടിക്കെട്ടുകൾ നമുക്ക് ആവശ്യമാണോ എന്നതാണ്. നമ്മൾ സമീപ നാളുകളിലാണ് തമിഴ്നാട്ടിലെ വിരുദനഗറിൽ സമാനമായ മറ്റൊരു തരത്തിലുള്ള ഒരു അപകടം, വെടിക്കെട്ടാണ് അവിടെയും വില്ലനായത്, അവിടെയും പടക്ക നിർമ്മാണശാലയാണ് അവിടെയും വില്ലനായത്. ഒരു അപകടം നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വയം വിളിച്ചു വരുത്തുന്ന അപകട തുരുത്തുകളായി ഇത് മാറുന്നു എന്നതാണ്. ഇതൊന്നും ആചാരത്തിൻ്റെ ഭാഗമല്ല, ഇത് ആഘോഷമാണ്. അപ്പോൾ ഇത് മനുഷ്യൻ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് ഒഴിവാക്കിക്കൂടെ എന്ന കാര്യം വീണ്ടും പ്രസക്തമാവുകയാണ്. അതാണ് നിലവിലുണ്ടാകുന്ന സാഹചര്യം. അപ്പോൾ ഇത് ചർച്ചകൾ വീണ്ടും ശക്തമായി ഉയർന്നു വരികയാണ്. ഇതിന് നിയന്ത്രണം വേണ്ടതല്ലേ എന്ന ചോദ്യം ഉയർന്നു വരികയാണ്. എന്തായാലും പൂരമടക്കമുള്ള പ്രധാനപ്പെട്ട ഉത്സവങ്ങളുടെ, തൃശ്ശൂർ പൂരമടക്കമുള്ള പ്രധാനപ്പെട്ട ഉത്സവങ്ങളുടെ സംഘാടകർക്ക് മുന്നിലേക്ക് ഉയർന്ന ചോദ്യം കൂടി ഇത് മാറുകയാണ്. മുമ്പും പലവട്ടം ഇടപെടലുകൾ ഉണ്ടായതാണ്. നമുക്കറിയാം, ഈ ആനകളെ എഴുന്നള്ളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഹൈക്കോടതിയുടെ ചില ചിട്ടവട്ടങ്ങളും മാനദണ്ഡങ്ങളും വന്നപ്പോൾ ഉണ്ടായ വലിയ എതിർപ്പുകളും മറ്റും നമ്മൾ കണ്ടതാണ്. അപ്പോൾ സമാനമായി ഈ സാഹചര്യത്തിലും അതൊന്നുകൂടി ഉയരുകയാണ്. മാത്രമല്ല, ഈ പുറ്റിങ്ങൽ അപകടം പോലെയുള്ള വലിയ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സുരക്ഷയിലേക്ക് ഈ പാളിച്ച സംഭവിച്ചത്? അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ എങ്ങനെ സംഭവിച്ചു എന്ന കാര്യം. കാരണം ഇതുവരെയും അപകടം സംഭവിച്ച ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഒരു അട്ടിമറി അല്ല ഉണ്ടായതെങ്കിൽ നമ്മുടെ പിഴവുകൾ തന്നെയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുക, ചർച്ച ചെയ്യപ്പെടുക എന്നത് ഉറപ്പാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട പിഴവുകൾ മുമ്പും പലവട്ടം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനിടയിലേക്കാണ് വീണ്ടും മറ്റൊരു സംഭവം കൂടി നടന്നു വരുന്നത്. ഒരുപക്ഷേ ഇത് ഒരു വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള അപകടം ആണെങ്കിൽ അതിൻ്റെ തീവ്രത വലിയ രീതിയിൽ വർദ്ധിക്കും. എന്തായാലും ഇത് വെടിക്കെട്ട് ശാലയിലാണ് ഈ അപകടം ഉണ്ടാവുന്നത്, അതിൻ്റെ പടക്ക നിർമ്മാണ കേന്ദ്രത്തിലാണ് അപകടം ഉണ്ടാവുന്നത് എന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇവിടെ സംഭവിച്ച പിഴവ് എന്താണ് എന്ന കാര്യത്തിൽ വലിയ പരിശോധന ആവശ്യമാണ്. കമ്മീഷൻ്റെ പരിശോധനകൾ ഒരു വഴിക്ക് നടക്കട്ടെ. പക്ഷേ നമുക്ക് മുന്നിൽ ഉയർന്ന ഒരു ചോദ്യമാണ്, ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ അത് വെറും ഒരു പ്രഹസനമായി പോകുന്നു എന്നതാണ് നമുക്ക് മുന്നിലുള്ള അനുഭവം. അത് പലവട്ടം പല രീതിയിൽ മാധ്യമങ്ങൾ പല കാലങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് മുന്നിലേക്ക് വീണ്ടും അത്തരം വിഷയങ്ങൾ തന്നെ വീണ്ടും ഉയർന്നു വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. TG സൈത്ത് സൂചിപ്പിച്ചതുപോലെ മുൻ അനുഭവങ്ങൾ നമുക്ക് പാഠമാകുന്നുണ്ടോ, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ ആവർത്തിച്ച് ഉയരപ്പെടുന്ന ചോദ്യങ്ങൾ. കരിയും കരിമരുന്നും വേണ്ട എന്നുള്ള വലിയ ക്യാമ്പയിൻ ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇതിനോടൊക്കെ പ്രതികരിക്കുക എന്നുള്ളത്, ആഘോഷങ്ങൾക്ക് അത്തരത്തിലുള്ള ശൈലി വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ മനുഷ്യർ തന്നെയാണ്. ഇപ്പോൾ ഒളിമ്പിക്സിലൊക്കെ നമ്മൾ കാണുന്ന പോലെ അവിടെ ഫയർ വർക്ക്സ് ഉണ്ട്. പക്ഷേ അത് ഇത്തരത്തിൽ അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള വെടിക്കോപ്പുകൾ കൊണ്ടുള്ളതല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അനുമോദിലേക്ക് കൂടി പോവുകയാണ്. നവമിയും ചെയ്തു നമ്മോടൊപ്പം. പടക്കശാല അപകടത്തിൽ മരണസംഖ്യ 13 7 പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. സംശയമുള്ള മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ DNA പരിശോധന നടത്തും. സംഭവ സമയം ആ സ്ഥലത്തുണ്ടായിരുന്നത് 34 പേരാണെന്നാണ് വിവരം. 2 പേർ ഇപ്പോൾ വെന്റിലേറ്ററിലാണ്, മറ്റ് 5 പേരും ഗുരുതരാവസ്ഥയിലാണ്. അപകട സ്ഥലത്ത് നിന്ന് 2 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. കെടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഈ ഭാഗങ്ങൾ കണ്ടെത്തിയത്. അപകട സ്ഥലത്ത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ നിന്നുള്ള വിദഗ്ധരെത്തി DNA സാമ്പിളുകൾ ശേഖരിച്ചു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ 6 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മൃതദേഹങ്ങൾക്ക് പുറമെ മോർച്ചറിയിൽ 26 ശരീരഭാഗങ്ങളാണുള്ളത്. CB അനുമോദ് ഒപ്പം നവമി ദിനേശ് 2 പേരും വിവരങ്ങൾ നൽകും. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, നമുക്കൊരിക്കലും കാണാൻ ആഗ്രഹമില്ലാത്ത കാഴ്ചകളായിരിക്കും അനുമോദൻ്റെ ചുറ്റും എന്ന് അറിയാം. എങ്കിൽ പോലും ദൗർഭാഗ്യകരമാണ്, വലിയൊരു ദുരന്തമാണ്, പ്രത്യേക ദുരന്തമായി സംസ്ഥാന സർക്കാർ അതിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ടോ? അത് മരണസംഖ്യ ഈ 13 തന്നെ ഒതുങ്ങി നിൽക്കുമെന്ന് പ്രതീക്ഷ വെക്കാൻ കഴിയുമോ നമുക്ക്?
എൽദോ ഇപ്പോൾ തെരച്ചിലൊരു അല്പം നിർത്തിവെച്ച സമയമാണ്. നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തെരച്ചിൽ ഭാഗികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട്. കെടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ 12 മണിക്ക് മുമ്പേ നിർത്തിയിരുന്നു. കാരണം കടുത്ത ചൂടിൽ അവർക്ക് മണം പിടിക്കാനോ അതേപോലെ ഇത് കണ്ടെത്താനോ കഴിയുന്നൊരു സാഹചര്യമല്ല. മാത്രമല്ല രാവിലെ മുതൽ അത് അവരുടെ തെരച്ചിൽ തുടങ്ങിയതുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പ് അവരുടെ തെരച്ചിൽ നിർത്തിവെച്ചിരുന്നു. നിലവിൽ രാവിലെ മുതൽ നടത്തിയ തെരച്ചിലിൽ ഈ ഒരു സ്ഫോടനം നടന്ന ഇടത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നിരവധി ശരീരഭാഗങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ കൈയും കാലും ഒക്കെ വരുന്നതാണ്. പലയിടങ്ങളിൽ നിന്നും പലരുടെയും ശരീരഭാഗങ്ങൾ കണ്ടെത്തിയ അത് ഇനി ആരുടേതാണ് എങ്ങനെയാണെന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ DNA പരിശോധനകൾ തന്നെ വേണ്ടിവരും. മാത്രമല്ല ഈ കണ്ടെടുത്തതിൽ ചിലതിൽ നിന്ന് മാത്രമേ DNA പരിശോധനയ്ക്ക് വേണ്ട അളവ് ഉണ്ടായിട്ടുള്ളൂ എന്നും അറിയാനാകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു കെടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ഇന്ന് അവർക്ക് ഈ വെടിമരുന്നിൻ്റെ ഗന്ധം ഇവിടെ പരിസരത്ത് തങ്ങി നിൽക്കുന്നതിനാൽ അതൊരു തടസ്സമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നാളെ ആകുമ്പോഴേക്കും സാഹചര്യം കുറച്ചുകൂടി മാറുകയും ഈ ഒരു ശരീരഭാഗങ്ങളിൽ നിന്നുള്ള ഗന്ധം കുറേ കൂടി ഈ ഒരു തെരച്ചിലിൽ നായകൾക്ക് കിട്ടാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ കൂടി തെരച്ചിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ DGP വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ഈ പല ഇടങ്ങളിൽ നിന്നായി ലഭിച്ച ശരീരഭാഗങ്ങളെല്ലാം തന്നെ പരിശോധനകൾക്ക് മറ്റുമായിട്ട് ഇവിടെ നിന്ന് മാറ്റിയിട്ടുമുണ്ട്. ഇനി ഈ ഒരു മേഖലയിൽ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും മറ്റ് സംഘങ്ങളുടെയൊക്കെ പരിശോധന വൈകുന്നേരം വരെ തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സ്കൂബ സംഘം ഈ മേഖലയിലെ കുളത്തിലും കിണറ്റിലും ഒക്കെ തന്നെ ഇറങ്ങി പരിശോധിച്ചെങ്കിലും കാര്യമായിട്ടൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നുകൂടിയാണ് അറിയാനാകുന്നത്. എന്നാണെങ്കിലും വലിയ ഒരു ആശങ്കയിൽ തന്നെയാണ് ഈ ഒരു ദുരന്തമുണ്ടാക്കിയതിൻ്റെ വിങ്ങലിൽ തന്നെയാണ് ഈ നാടൊന്നാകെ. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു ഈ ഒരു ദുരന്തം സംഭവിച്ചത്. ഈ ഒരു പ്രദേശമെല്ലാം അതിൻ്റെ ഒരാഘാതം ഉണ്ടാവുകയും ചെയ്തു. ഇനി എന്ത് എന്ന ചോദ്യത്തിന് സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ എത്ര പേർ ഇപ്പോൾ ജീവനോടെ ഉണ്ട് എന്ന് കണ്ടെത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ് മുമ്പിലുള്ളത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കണക്കുകളിൽ ഇപ്പോഴും ആശങ്കകളും അവ്യക്തതകളും നിലനിൽക്കുന്നുവെന്നാണ്. പോലീസ് 34 എന്ന് പറയുമ്പോഴും അത് പൂർണ്ണമായിട്ടും അത്രയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിൽ ഒരു സംശയ നിവൃത്തി വരുത്തുവാൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നവരും ജോലിക്ക് വന്നവരുമൊക്കെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ കൃത്യമായിട്ട് വിവരങ്ങൾ പോലീസിനെ അധികൃതരെ അറിയിക്കണമെന്നൊരു അഭ്യർത്ഥന ഇതിനോടൊപ്പം തന്നെ മന്ത്രി അടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വരാൻ സാധ്യതയുള്ളവരായിട്ടും ഇവിടെ ജോലി ചെയ്തവരായിട്ടുള്ളവർ അവർ സുരക്ഷിതരായിട്ടുണ്ടെന്ന് ഉറപ്പാക്കാനുള്ളൊരു അഭ്യർത്ഥനയാണ് നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ കാണുന്നില്ലെങ്കിൽ അത് അറിയിക്കുവാനും ഒരു നിർദ്ദേശമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാണെങ്കിലും വലിയ തോതിലുള്ള തിരച്ചിൽ നാളെ കൂടി തുടരുമെന്ന് തന്നെയാണ് അറിയാനാകുന്നത്. ലഭിക്കുന്ന ശരീരഭാഗങ്ങൾ അതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പരിക്കേറ്റവരുടെയും അതേപോലെ തന്നെ കാണാതായവരുടെയും ഒക്കെ വിവരങ്ങൾ തിരിച്ചറിയണമെങ്കിൽ, ആരെല്ലാമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ ശരീരഭാഗങ്ങളുടെ DNA പരിശോധന നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായിട്ടുള്ളൊരു തെരച്ചിൽ തന്നെയാണ് പ്രദേശത്ത് പുരോഗമിക്കുന്നത്. അനുമതി, അതിൽ നിന്നും രക്ഷപ്പെട്ട ചുരുക്കം പേരുണ്ടല്ലോ, അവരിൽ നിന്നൊക്കെ വിവരങ്ങൾ തേടിയിട്ടില്ലേ? അപ്പോൾ അവർ ഇന്നലെ പറഞ്ഞത് 42 പേരുണ്ടായിരുന്നു ഏതാണ്ട് അവർക്കൊപ്പം ജോലി ചെയ്യാനെന്നുള്ളതാണ്. ഈ എണ്ണം അത്രയും പേർ കുറവാണെന്ന് അറിയുന്നത് ഒരു തരത്തിൽ നമുക്ക് ആശ്വാസമാണ് എങ്കിൽ പോലും, പക്ഷെ അങ്ങനെയല്ലല്ലോ അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. ഇനി അനുമോദ, ഈ ദേവസ്വങ്ങളുടെ ഒരു നിലപാട് നീക്കം എന്തായിട്ടാണ് പറയപ്പെടുന്നത്? ഈ പൂരം വരുന്ന സാഹചര്യത്തിൽ ഈ ദുരന്തമുണ്ടായി, അപ്പോൾ കേവലം ചടങ്ങുകളിൽ മാത്രം ഒതുക്കിയാൽ മതി എന്നുള്ള ഒരു ആലോചനയിലേക്ക് ദേവസ്വങ്ങൾ പോകുന്നുണ്ട്. ആദ്യം എന്ത് ചോദിച്ച കാര്യത്തിലേക്ക്, രക്ഷപ്പെട്ടവരുടെ മൊഴി അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ് പോലീസിൻ്റെ ഇക്കാര്യത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുക. പക്ഷേ കൃത്യമായിട്ട് അവരുടെ മൊഴി പൂർണ്ണമായി രേഖപ്പെടുത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. കാരണം പലരും ഇതിൻ്റെ ഒരു ആഘാതത്തിലായതിനാൽ അത് കൃത്യമായിട്ട് അറിയാനായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവരുടെ മൊഴിയാണ് ഈ അപകടം സംഭവിച്ചതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുന്നതിനും അനിവാര്യമായിട്ടുള്ളത്. അപ്പോൾ അത്തരം ഇവിടെ നിന്ന് ഉണ്ടായിരുന്ന രക്ഷപ്പെട്ട ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും അവരുടെ മൊഴിയും ഒക്കെ പരിശോധിക്കുന്നു. പക്ഷേ പലരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
ഇന്നലെ ആവാത്ത പലരും ഇന്നിപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. പലർക്കും ചെറിയ ബുദ്ധിമുട്ടുകളും ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് കാണിച്ച് പലരും ആശുപത്രിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അപ്പോൾ ഇവരുടെ മൊഴി രേഖപ്പെടുത്തി ഇവരിൽ നിന്നും വിവരം ശേഖരിച്ച് തന്നെ വേണം ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ഈ എണ്ണം സംബന്ധിച്ച് നിലനിൽക്കുന്ന അവ്യക്തതകൾ പരിഹരിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം. രണ്ടാമതായിട്ട് ഈ ഒരു പൂരം നടത്തിപ്പിനെ തന്നെയാണ്. ഇന്ന് രാവിലെ മന്ത്രി VN വാസവൻ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ മന്ത്രിസഭയുടെ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയല്ല, മറിച്ച് ദേവസ്വം ബോർഡുകളെ വിശ്വാസത്തിലെടുത്ത് അത്തരത്തിൽ ഒരു തീരുമാനം അവരുടെ കൂടി സമ്മതത്തോടെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് നാളെ ചേരുന്ന യോഗത്തിൽ തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും അവരുടെ നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു മഹാദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ പൂരം ആചാരം മാത്രമാക്കി നടത്താനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടും എല്ലാവരും അതിനോട് യോജിക്കുമെന്ന ചോദ്യത്തിന് മറുഅഭിപ്രായങ്ങളുണ്ട്. കാരണം ഒരു വർഷത്തെ തയ്യാറെടുപ്പാണ് പൂരത്തിന് വേണ്ടി നടത്തിയിട്ടുള്ളത്. അതിന് ഒരുപാട് ചിലവ് ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. ചമയമായിട്ടും മറ്റ് എക്സിബിഷനായിട്ടും അങ്ങനെ പല മേഖലകളിലും കോടികളുടെ ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ പൂരം ഇല്ലാതിരുന്നാൽ ഈ പണമൊക്കെ തന്നെ പലരുടെ അധ്വാനവും ഒരു വർഷത്തിൽ നിന്നുള്ള അധ്വാനവും ഒക്കെ അവതാളത്തിലാവുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആചാരം മാത്രമായി നടത്തുന്നതിനെതിരെയും ചില അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ ഇതിൽ മാനുഷികതയാണോ അതോ സാമ്പത്തികമാണോ പ്രധാനം എന്ന ചോദ്യത്തിന് ഉത്തരം അത് കണ്ടെത്തേണ്ടത് തന്നെയാണ്. അത് നാളെ ചേരുന്ന യോഗത്തിൽ കൃത്യമായിട്ടൊരു മറുപടിയായിട്ട് ദേവസ്വം ബോർഡുകൾ സർക്കാരിനെ അറിയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാർ നിലപാട് പൂരം ആചാരം മാത്രമായി നടത്തണമെന്ന് തന്നെയാണെന്ന് ഇതിനോടകം തന്നെ മന്ത്രിയുടെ വാക്കുകളിൽ വ്യക്തമായിട്ടുണ്ട്. ഇനി ദേവസ്വങ്ങളാണ് അതിൽ അവരുടെ തീരുമാനം അറിയിക്കേണ്ടത്. ഒരു കാര്യം കൂടി അനുമോദിന് ചോദിച്ച ശേഷം ഇടവേളയിലേക്ക് പോകാൻ തോന്നുന്നു. അനുമോദ്, ഒരു കാര്യം കൂടി, ഈ ആ പടക്കശാലയിൽ അല്ലെങ്കിൽ നിർമ്മാണശാലയിലെ അവിടെ ഈ എന്താ പറയുക തീ പിടിക്കാൻ സാധ്യതയുള്ള മരുന്നുകൾ അത് പൂർണ്ണമായിട്ടും അവിടെ നിന്ന് കണ്ടെത്തി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയല്ലേ കരുതേണ്ടത്. പിന്നെ എത്ര ചുറ്റളവിലാണ് ഈ തെരച്ചിൽ ഇതുവരെ നടത്തിയത്? അതിനപ്പുറത്തേക്കൊരു സാധ്യതയില്ല എന്നുള്ള ഒരു ആലോചനയിലാണോ അവിടെ പരിമിതമായി തന്നെ ആ കിടാർ നായകൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തുന്നത്? തീർച്ചയായിട്ടും. അതിലാദ്യം ചോദിച്ചതിന് ഈ സ്ഫോടക വസ്തുക്കൾ നമ്മൾ രാവിലെ 6 മണിക്ക് മുമ്പേ ഇവിടെ എത്തുമ്പോൾ പല മേഖലയിലും ആ പോലീസിൻ്റെ കാവലുണ്ടായിരുന്നു. അവിടെയൊക്കെ തന്നെ ഈ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഈ അപകടത്തിൽ കത്താത്ത സ്ഫോടക വസ്തുക്കളുടെ ശേഖരം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവിടെയെല്ലാം തന്നെ പോലീസിൻ്റെ കാവലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആദ്യം പോലീസ് ചെയ്തത് ഈ പൊട്ടാത്ത സ്ഫോടക വസ്തുക്കൾ പൂർണ്ണമായിട്ടും മാറ്റുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. ഇനി രണ്ടാമതായി എൽദോ ചോദിച്ച കാര്യത്തിന് നമുക്ക് അത് ദൃശ്യങ്ങളിൽ തന്നെ ആ മറുപടി നൽകാം. പക്ഷേ നല്ല വെയിലായതുകൊണ്ട് ചിലത് നമുക്ക് കാണിക്കുന്നതിൽ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. നമ്മളീ നിൽക്കുന്ന സ്ഥലം ഇവിടെയാണ് ഈ സ്ഫോടനം നടന്ന ഏരിയ. അതായത് ഈ ഒരു പാടശേഖരത്തിന് നടുവിൽ 5.5 ഏക്കർ ഭൂമി എന്നുള്ളത് ഈ കാണുന്നതാണ്. ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല. കാരണം അവിടെ ഫോറൻസിക്കിൻ്റെ പരിശോധന നടക്കുന്നു, അങ്ങനെ മറ്റ് പല പരിശോധന നടക്കുന്നുണ്ട്. അവിടേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചിട്ടില്ല. ഇതിന് ചുറ്റും നമുക്ക് ഒരു വശത്ത് ഇടതുവശത്ത് നോക്കിയാൽ ഇവിടെ പാടശേഖരം കാണാൻ കഴിയും. ഈ പാടശേഖരത്തിൽ ഇതിൻ്റെ ഒരു 200 മീറ്റർ ചുറ്റളവിലാണ് തെരച്ചിൽ പൂർണ്ണമായിട്ടും നടക്കുന്നത്. 200 മീറ്ററിലധികമുള്ള ചുറ്റളവിൽ ഈ പാടശേഖരത്തിൻ്റെ ഇത്രയും ഭാഗത്താണ് ഇന്ന് രാവിലെ പരിശോധന നടന്നത്. അതായത് ഈ 5.5 ഏക്കർ കാണുന്ന ഈ ഒരു പ്രദേശത്ത് മാത്രമല്ല, അതിനപ്പുറം കിടക്കുന്ന ഈ പച്ചപ്പ് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ പച്ചപ്പ് കാണുന്ന അറ്റം വരെ പരിശോധന നടത്തിയിട്ടുണ്ട്. കടാവർ നായ്കളെ ഉപയോഗിച്ചും അല്ലാതെയൊക്കെ. ഈ പുറത്തു നിന്നാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ശരീരഭാഗങ്ങൾ കിട്ടിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് സ്ഫോടനത്തിൽ 200-300 മീറ്റർ അകലേക്ക് ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി തെറിച്ചു പോയ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ രാവിലെ ഈ പരിശോധനയിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സമാനമായ രീതിയിൽ ഈ വശത്തേക്കും അതായത് ഈ ഫയർഫോഴ്സിൻ്റെ വാഹനം നിൽക്കുന്നതിൻ്റെ ഈ ഭാഗത്തേക്കും സമാനമായ രീതിയിൽ പൊട്ടിത്തെറിയിൽ ഉണ്ടായിട്ട് ഏറ്റവും അധികം ഉണ്ടായിരിക്കുന്നത് ഈ ഭാഗത്താണ്. കാരണം ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ പടക്ക നിർമ്മാണത്തിൻ്റെ ഇതിൻ്റെ ശാലകൾ, ഷെഡുകൾ ഉണ്ടായിരുന്നത് ഈ ഭാഗത്തായതുകൊണ്ട് ശരീരഭാഗങ്ങൾ കൂടുതലായിട്ടും ലഭിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പച്ചപ്പ് നിറഞ്ഞ പാടത്തിൻ്റെ ഈ ഒരു മേഖലയിലേക്കാണ്. ഇതിൻ്റെ ചുറ്റളവിലാണ് ഈ കാണുന്ന ഈ ഒരു 5.5 ഏക്കർ ഈ തുരുത്തിൻ്റെ 300 മീറ്റർ ചുറ്റളവിലാണ് ഇന്ന് പരിശോധനകൾ പൂർണ്ണമായിട്ടും നടന്നിട്ടുള്ളത്. ഇനിയും വളരെ നമ്മൾ കാണാൻ കഴിയുന്നത്ര വലിപ്പത്തിലായാലും വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ തരത്തിലുള്ള ശരീരഭാഗങ്ങൾ പോലും പലയിടത്തും കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ അവിടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിൽ തന്നെ
ഈ ശരീരഭാഗങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ അത്രയും ചെറിയ അളവിലുള്ളത് കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസമായിരിക്കും കിടാവർ നായകളെ കൊണ്ട് ഈ ശരീരഭാഗങ്ങൾ, ഒരു പക്ഷേ ഒരു ദിവസം കൂടി കഴിയുമ്പോൾ അതിനുള്ള ഗന്ധം വ്യത്യസ്തമായിരിക്കും, നമുക്കറിയാം. അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തി അടുത്ത ദിവസം കൂടി ഈ പരിശോധനകൾ കൊണ്ട് ഈ ശരീരഭാഗങ്ങൾ പൂർണ്ണമായും കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്താണെങ്കിലും ശ്രമകരമായൊരു ദൗത്യമാണ് ഇപ്പോൾ മുണ്ടത്തിക്കോട് നടന്നുകൊണ്ടിരിക്കുന്നത്. എൽദോ, അനുമോദ് വിവരിച്ച ആ കാര്യങ്ങൾ, ആ ദൃശ്യങ്ങൾ, അത് വല്ലാതെ ഉള്ളിലൊരു ഭയപ്പാട് നൽകുന്നു. ആ തൃശ്ശൂർ പൂരം കളറാക്കാൻ വേണ്ടി ഒപ്പം കൂടിയിരുന്ന്, വട്ടം ചേർന്നിരുന്ന് ചെറിയ പാട്ടൊക്കെ പാടി ചിരിച്ച് ഒപ്പം തന്നെ അവരുടെ ജോലിയിൽ ഏർപ്പെട്ട് സന്തോഷത്തോടെ ഇരുന്നവരാണ്. സ്പോട്ട്ലൈറ്റ് തുടരുകയാണ്. തൃശ്ശൂരിലെ വെടിക്കെട്ട് പുര ദുരന്തത്തിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ കൂടുതൽ പ്രതികരണം വന്നിട്ടുണ്ട്. ഇതിൽ 4 പേരെ കുറിച്ചാണ് ഒരു വിവരവും എവിടെയും ലഭിക്കാത്തതെന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. ആ 4 പേരെ തിരയുകയാണ്. ഇനി മനസ്സിലാകാത്ത ഒരു മൃതദേഹമുണ്ട്. 29 ശരീരഭാഗങ്ങളാണ്, ബോഡി പാർട്സ് ആയിട്ടാണ് ലഭിച്ചത്. എന്താണെങ്കിലും DNA പരിശോധന ഫലമായിരിക്കും ഇതിനൊക്കെ ഒരു ഉത്തരം നൽകുക എന്ന് പ്രതീക്ഷിക്കുന്നു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ. നമുക്ക് ഇൻടാക്ട് ആയിട്ടുള്ള ഡെഡ് ബോഡീസിന്റെ എണ്ണം എന്ന് പറയുന്നത് 9 ആണ്. അതിന്റെ ഉള്ളിൽ 8 പേരെ ഐഡന്റിഫൈ ചെയ്തു. ആ 8 പേരെ നമ്മൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഒരെണ്ണമാണ് അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ളത്. അതിന്റെ DNA സാമ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ മൊത്തം അഡ്മിറ്റഡ് ആയിരിക്കുന്നത് 11 പേര്. അതിൽ 5 പേരുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത്. അതിൽ 2 പേര് വെന്റിലേറ്ററിലാണ്. അതിലൊരാൾക്ക് റീസെന്റ് ആയിട്ടൊരു സർജറിയും കൂടി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എലൈറ്റ് ഹോസ്പിറ്റലിൽ 2 പേര് അഡ്മിറ്റഡ് ആണ്. ഡിസ്ചാർജ് ചെയ്ത് പോയിരിക്കുന്നത് 3 പേരായിരുന്നു. അതിലൊരു സാജൻ വീണ്ടും എലൈറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ തേടിയിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ സുരക്ഷിതമായിട്ട് എത്തിയിരിക്കുന്നതെന്ന് പറയുന്ന നമ്മുടെ കയ്യിലുള്ള കണക്ക് ഇപ്പോൾ 10 പേരുടെയാണ്. ഇതിൽ നമുക്ക് ബോഡി പാർട്സ് ഇന്നലെ ഇന്നുമായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. റിസീവ് ചെയ്തിരിക്കുന്ന നമുക്ക് DNA സാമ്പിൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പാർട്സിൽ നിന്നും ഡോക്ടേഴ്സ് ഇപ്പോൾ DNA സാമ്പിൾസ് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് കൂടാതെ അത് മാച്ച് ചെയ്ത് നോക്കാനായിട്ട് ഇവിടെ മിസ്സിംഗ് ആയിട്ട് എത്തിയിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സിന്റെ DNA സാമ്പിൾസ് എടുക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. അവരും കൂടി വന്നു കഴിഞ്ഞാലാണ് ആ പ്രക്രിയ പൂർത്തിയാവുകയുള്ളൂ. അതിനുശേഷം DNA സാമ്പിൾസ് ട്രിവാൻഡ്രത്തുള്ള ലാബിൽ ടെസ്റ്റ് ചെയ്ത് അവർ പറയുന്നത് മാക്സിമം 10 days ആണെങ്കിലും വിത്തിൻ 3 to 4 days നമുക്ക് അതിന്റെ റിസൾട്ട് തരാമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോ മിസ്സിംഗ് ആയിട്ട് നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്ന എണ്ണം എന്ന് പറയുന്നത് 4 പേരുടെയാണ് റിലേറ്റീവ്സ് എല്ലാവരും എത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് വരുന്ന കോൾസ് നമ്മൾ റീകൺസൈൽ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ച് പേരുകൾ സെയിം ആണ്. അപ്പൊ അതിന്റെ ഒരു എക്സാക്ട് ലിസ്റ്റ് എനിക്ക് തോന്നുന്നു വൈകുന്നേരത്തോടു കൂടി മൊത്തം റീകൺസൈൽ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഇനി ആരെങ്കിലും അറിയിക്കാത്തതുണ്ട് എങ്കിലും നമുക്കതിപ്പോ പറയാനായിട്ട് സാധിക്കില്ല. 4 പേര് ഇവിടെ ഇപ്പോൾ ഫാമിലീസ് എത്തിയിട്ടുണ്ട്. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങളിൽ സംബന്ധിച്ച് നൽകും. നവമി, ഇപ്പോൾ ശിഖ സുരേന്ദ്രൻ IAS പറയുന്നത് പോലെ ഈ DNA പരിശോധനാ ഫലം അതുവരെ കാക്കണമെന്നുള്ളത് ശരി തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഈ ആരെയൊക്കെ മിസ്സിംഗ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പൂർണ്ണമായിട്ടും അത് ഇന്നത്തേക്ക് കൂടിയെങ്കിലും കഴിയില്ലേ നമുക്ക്? ഹെൽദോ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് 4 പേരെ കാണാതായിട്ടുണ്ട്. അവരുടെ ബന്ധുക്കൾ ഇവിടെ വന്ന് ഈ മൃത ശരീരമൊക്കെ പരിശോധിച്ചു. പക്ഷെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിലൊന്ന് സുരേഷ് CA 50 വയസ്സാണ്, ചേരോത്ത് വീട് തെക്കുംകര. മറ്റൊന്ന് 28 വയസ്സുകാരൻ അഭിജിത്ത്, അരങ്ങത്ത് വീട് കോട്ടപ്പുറം തൃശൂർ സ്വദേശിയാണ്. മറ്റൊന്ന് 35 വയസ്സുകാരൻ വിഷ്ണു, കോലോട്ടുപുരയ്ക്കൽ വീട് മനക്കുടി തൃശൂർ. 42 വയസ്സുകാരൻ ഗിരീഷ്, ചേലോട്ട് ലൈൻ കോട്ടപ്പുറം തൃശൂർ. അങ്ങനെ 4 പേരെയാണ് കാണാതായിരിക്കുന്നത്. അവരുടെ ബന്ധുക്കൾ ഇവിടെ എത്തി പരിശോധിച്ചുവെങ്കിൽ പോലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആശുപത്രിയിലുമില്ല. ഇനിയിപ്പോൾ അവരെ കണ്ടെത്താൻ ഉള്ളത് ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് തന്നെയായിരിക്കും. പക്ഷെ അത് ഇന്ന് 2 ശരീര അവയവങ്ങളാണ് കണ്ടെത്തിയത്. അതിൽ ഇനി DNA പരിശോധന നടത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഈ കാണാതായ 4 പേരിൽ അവരുണ്ടോ എന്നതിൽ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. മനസ്സിലാകാത്ത ഒരു ഫുൾ ബോഡി ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് കത്തിക്കരിഞ്ഞ നിലയിലാണ്, തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതും ഇനി DNA പരിശോധനയ്ക്ക് വേണ്ടി DNA സാമ്പിൾ ശേഖരിച്ചു വെക്കുകയാണ്. ബന്ധുക്കൾ അന്വേഷിച്ചു വന്നു കഴിഞ്ഞാൽ DNA പരിശോധന നടത്തി മൃതദേഹം വിട്ടു നൽകും. 29 ബോഡി പാർട്സുകളും ഇപ്പോൾ മോർച്ചറിയിലുണ്ട്. അതും ഈ DNA എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബന്ധുക്കൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതുമായി മാച്ച് ചെയ്താൽ വിട്ടു നൽകും. അങ്ങനെയാണ് ഇപ്പോൾ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ
9 പേര്, നമുക്ക് ഔദ്യോഗികമായി 9 പേരുടെ മരണമാണ് സർക്കാർ അറിയിക്കുന്നത്. അതിൽ 8 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 8 പേരെയും തിരിച്ചറിഞ്ഞ് DNA പരിശോധന നടത്തി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകിയിട്ടുണ്ട്. അതിൽ മണികണ്ഠന്റെ സംസ്കാരവും കഴിഞ്ഞു. രാവിലെ ഉച്ചയോടുകൂടിയായിരുന്നു മണികണ്ഠന്റെ സംസ്കാരം നടത്തിയത്. ഇനി ഒരാൾ, വിഷ്ണു എന്ന് പറയുന്ന ഒരാളുടെ മൃതദേഹം അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള വിഷ്ണുവിന്റെ അമ്മയെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും അതും പരിശോധിച്ച ശേഷം വിഷ്ണുവിന്റേതാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും. അങ്ങനെയാണ് ഇപ്പോഴുള്ള കണക്കുകൾ പറയുന്നത്. പിന്നീട് നമുക്ക് ഈ ആശുപത്രിയിലുള്ളവരുടെ നമുക്കറിയാം വെന്റിലേറ്ററിൽ 5 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അവർ വെന്റിലേറ്ററിലാണ്. അതിൽ ഈ ലൈസൻസി ആയിട്ടുള്ള ഈ പടക്കശാലയുടെ ലൈസൻസി ആയിട്ടുള്ള സതീശന്റെ നില അല്പം ഗുരുതരമായി തന്നെ തുടരുകയാണ്. അത് 70%-ലധികം പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് അറിയാനും സാധിക്കുന്നത്. ബാക്കിയുള്ളവരുമൊക്കെ ഒരാളുടെ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയതിനു ശേഷം വീണ്ടും വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെയാണ് ആശുപത്രിയിലെ സാഹചര്യം. എല്ലാവർക്കും, അതായത് ചികിത്സയിലുള്ള എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ചികിത്സ, എത്രയും വേഗം അവരെ സുഖം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇന്നലെ മുതൽ തന്നെ മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിരിക്കുന്നതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഈ ബേൺ ICUവിൽ പേരുകേട്ട മികച്ച ചികിത്സ നൽകുന്ന ഒരു മെഡിക്കൽ കോളേജ് കൂടി ആയതിനാൽ കുറച്ചുകൂടി ശ്രദ്ധ അവരുടെ കാര്യത്തിലുണ്ടാകും. ആവശ്യമെങ്കിൽ മാത്രം മറ്റ് ജില്ലകളിൽ നിന്നും ഡോക്ടർമാർ അടങ്ങുന്ന സംഘം അവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിരവധി ആളുകൾ, സേവാഭാരതിയുടെയൊക്കെ ആളുകൾ ഇവിടെ എത്തി ഇവിടെ വരുന്നവർക്ക്, ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും ഒക്കെ വെള്ളം കൊടുക്കാനുമൊക്കെ ഉള്ള സജ്ജീകരണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മോർച്ചറിയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ആളുകളിൽ നിന്നൊക്കെ പ്രതികരണം തേടുക അല്പം ബുദ്ധിമുട്ടായിരിക്കും. കാരണം വളരെ വൈകാരികമായ നിമിഷങ്ങളാണ്. ഉറ്റവരെ കണ്ടെത്താൻ കഴിയാതെ വേദനയോടെ മടങ്ങുന്നവരുണ്ട്, മൃതദേഹം ഏറ്റുവാങ്ങി കരഞ്ഞുകൊണ്ട് പോകുന്നവരുണ്ട്. അങ്ങനെ ഏറെ വിഷമത്തോടു കൂടി തന്നെയാണ് ഈ കഴിഞ്ഞ 2 ദിവസമായി കേരളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു സ്ഫോടനം, അതിൽ നിരവധി പേർ, 9 പേർ മരിച്ചു. അതിൽ ഇനിയും മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ കാണാതായവരുടെ ലിസ്റ്റുമൊക്കെ വരുന്ന സ്ഥിതിക്ക് അവർ രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ പരിക്കേറ്റ ആശുപത്രിയിലുള്ളവരുടെ കൂട്ടത്തിലില്ല. അങ്ങനെയാണെങ്കിൽ പിന്നീട് മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. ഈ 23 ബോഡി പാർട്സ് കിട്ടിയെന്ന് കളക്ടർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാളുടെ തന്നെയാണോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ആളുകളുടേതൊക്കെയാണോ എന്നൊക്കെ സ്ഥിരീകരിക്കേണ്ടി വരും. എന്തായാലും അതിനൊക്കെ അല്പം കൂടി സമയമെടുക്കുമെന്നാണ് കളക്ടറും അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹെൽപ്പ് ലൈൻ വഴി അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധുക്കൾ വരികയും അവരുടെ വിശദാംശങ്ങൾ നൽകുകയും പിന്നീട് അടുത്ത ബന്ധുവിൽ നിന്നും DNA സ്വീകരിച്ച് അതുമായി മാച്ച് ചെയ്ത ശേഷമാണ് മൃതദേഹങ്ങൾ ഓരോന്നായിട്ട് വിട്ട് നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഇപ്പോഴും അവിടെ പരിശോധന, ഈ പടക്കശാലയിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും കിട്ടുന്ന മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് മോർച്ചറിയിലേക്കാണ് എത്തിക്കുന്നത്. ഇവിടെ വന്നാണ് ബന്ധുക്കൾ DNA നൽകുന്നത്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഈ DNA എക്സ്ട്രാക്ട് ഒക്കെ നടക്കുന്നത്. പിന്നീട് അത് സൂക്ഷിച്ചു വെച്ചതിന് ശേഷം ബന്ധുക്കൾ വന്നു കഴിഞ്ഞാൽ അതുമായി മാച്ച് ചെയ്ത് മൃതദേഹം അവരുടേതാണെങ്കിൽ വിട്ടു നൽകും. ആ രീതിയിലാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ DNA പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 8 മൃതദേഹങ്ങൾ ഇപ്പോൾ വിട്ടു നൽകിയിട്ടുണ്ട്. 9 പേര് മരിച്ചു. അതിൽ 8 പേരുടെ ഐഡന്റിഫൈ ചെയ്ത് വിട്ടു നൽകിയിട്ടുണ്ട്. ഇനി ഒരാളുടെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഷ്ണു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടേതാണ്. വിഷ്ണുവിന്റെ അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വിഷ്ണുവിന്റെ അമ്മ വന്ന് DNA നൽകി കഴിഞ്ഞാൽ അത് വിഷ്ണുവിന്റേതാണെന്ന് ഉറപ്പിച്ചാൽ ഇത് വിട്ടു കൊടുക്കാനുള്ള ഒരു സാധ്യതയാണ് മുൻപിലുള്ളത്. നവമി, ഒരു കാര്യം, നമ്മളിപ്പോൾ കൊടുക്കുന്ന മരണസംഖ്യ അത് 13 ആണല്ലോ, നമ്മളെന്നല്ല എല്ലാവരും. അപ്പോൾ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ പറയുന്നത് അതിൽ 9 ആണ്. അപ്പോൾ ഇതുവരെയും സേഫായി വീട്ടിൽ എത്തിയിട്ടില്ല അല്ലെങ്കിൽ ഒരു വിവരവുമില്ല എന്ന് കരുതുന്ന ആളുകളും കൂടി ചേർന്നാണോ ഈ 13 വരുന്നത്? ഈ മരണസംഖ്യ 13 എന്നുള്ള കണക്ക്, അതിന്റെ ചിത്രം എന്താണ്? അതെ എൽദോ, അതായത് ഈ കണക്കനുസരിച്ച് അതായത് ഈ വീട്ടിലേക്ക് എത്തിയിട്ടില്ല, ആശുപത്രിയിൽ പരിക്കേറ്റ ആശുപത്രിയിലില്ല, അങ്ങനെയുള്ളവരുടെ കണക്കുകൾ കൂടി ചേർത്താണ് 13 പറയുന്നത്. പക്ഷെ അത് സർക്കാർ കുറച്ചുകൂടി കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ അവർ ചിലപ്പോൾ വന്നേക്കാം, അല്ലെങ്കിൽ ബന്ധുക്കൾ കൂടി വന്ന് അത് സ്ഥിരീകരിച്ച ശേഷം ഔദ്യോഗികമായി പറയാമെന്നാണ് സർക്കാർ പറയുന്നത്. അവരുടെ കയ്യിലും ഈ 13 എന്നുള്ളൊരു കണക്കുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി ആധികാരികത വേണം, അല്ലെങ്കിൽ ഇതൊക്കെ ഈ DNA ഒക്കെ പരിശോധിച്ച് ആ രീതിയിൽ
ആശുപത്രിയിലേക്ക് വന്നെങ്കിൽ മാത്രമേ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത് ഒക്കെ കണക്കാക്കി മാത്രമേ അത് ഔദ്യോഗികമായിട്ട് അവർക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ആ കണക്കാണ് 9. പക്ഷേ വരും ദിവസങ്ങളിലോ വരും മണിക്കൂറുകളിലോ ഒക്കെ ഈ കണക്ക് ഉയരാനുള്ളൊരു സാധ്യത തന്നെയാണ്. ഈ ആദ്യം അതായത് ഇന്നലെ അപകടം സംഭവിച്ച ശേഷം ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന മൃതദേഹങ്ങൾ അതിന്റെ കണക്കിൽ 13 എണ്ണമാണുള്ളത്. അതിൽ 9 പേരുടെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതിൽ 8 പേരുടെ മൃതദേഹം കൊണ്ടുപോയി ഒരാളുടെ എത്താൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഈ ശരീരാവശിഷ്ടങ്ങളൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഈ 13 പറയുന്നത്. ഇതിപ്പോ 4 പേരുടെ കാണാതെ ഇല്ല എന്നുള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് വരുമ്പോഴാണ് ഈ 13 പേർ വരുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും വരും മിനിറ്റുകളിലും ഒക്കെ നമുക്ക് അതിന്റെ കുറച്ചുകൂടി സർക്കാർ തന്നെ അത് കുറച്ചുകൂടി ആധികാരികമായി അവലോകനം ചെയ്തതിന് ശേഷം പുറത്തേക്ക് വിടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ ആശുപത്രിയിൽ നിന്നും സൂപ്രണ്ട് അടക്കമുള്ളവർ പറയുന്നത് 13 മൃതദേഹങ്ങൾ തന്നെയാണ്. അത് ഈ DNA പരിശോധന അല്ലെങ്കിൽ ബന്ധുക്കൾ എത്തിയതും കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ 9 എന്നുള്ളൊരു കണക്കായിട്ട് സർക്കാർ പുറത്തുവിടുന്നത്. എന്തായാലും സ്വാഭാവികമായും ഉയരാനുള്ളൊരു സാധ്യത തന്നെയാണ്. കാരണം രക്ഷപ്പെട്ടവരെയും ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയൊക്കെ കൂട്ടി അതുകൂടി ഒഴിവാക്കി കഴിഞ്ഞാലുള്ള കണക്കാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ലഭ്യമാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾക്കടക്കം 13 എന്നുള്ളൊരു കണക്ക് പറയുന്നത്. സർക്കാർ പറയുന്ന 9 ഇതിൽ ഈ DNA പരിശോധന അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ സാമ്പിളുകളൊക്കെ പരിശോധിച്ച ശേഷമാണ് അത്തരത്തിലൊരു കണക്ക് വരുന്നത്. എന്തായാലും ഈ മരണസംഖ്യ ഉയരുമെന്ന് പറയുന്നത് ഈ 9 എന്നുള്ളത് സർക്കാർ കുറച്ചുകൂടി കണക്കുകൾ വന്നതിന് ശേഷം അല്ലെങ്കിൽ പരിശോധിച്ച ശേഷം ഉയരാനുള്ളൊരു സാധ്യതയാണ്. അതോടൊപ്പം തന്നെ വയലിൽ ഇപ്പോഴും കണക്കിൽ മാറ്റം വരാനുള്ള സാധ്യതയാണ് നവമി ചൂണ്ടിക്കാട്ടിയത്. എന്നാലും സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു സർക്കാർ. മരിച്ചവർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് പ്രത്യേക ധനസഹായമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരിക്കലും ആവർത്തിക്കപ്പെടരുത് എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ ഇനി നമ്മുടെ നാട്ടിലെങ്കിലും ഉണ്ടാകരുത്. അതിനുള്ള മുന്നൊരുക്കങ്ങളാകട്ടെ ഇനിയുള്ളത്, അതിനുള്ള ആലോചനകളാകട്ടെ ഇനിയുള്ളത് എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. നവമി ദിനേശ് ഒപ്പം CV അനുമോദ്, TG സൈത്ത് എന്നിവരാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ഇതര സംസ്ഥാന തൊഴിലാളി സഹോദരനെ തലക്കടിച്ചു കൊന്നു. ഉത്തർപ്രദേശ് സ്വദേശി ലക്ഷ്മി നാരായണാണ് മരിച്ചത്. സഹോദരൻ കൈലാസിനെ അരീക്കോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. എരഞ്ഞിമാവിനടുത്ത് ഇന്നലെ രാത്രിയോടെ രണ്ടുപേരും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഗുലാം നബി ആസാദാണ് വിവരങ്ങൾ നൽകുക. ആസാദ്, ഈ എന്താണ്, വല്ലോ ലഹരിയിലുമാണോ ഇത്തരത്തിൽ സഹോദരങ്ങൾ തമ്മിൽ കൊമ്പുകോർത്ത്? എന്തോ ഇന്നലെ രാത്രി സഹോദരങ്ങളായ ഉത്തർപ്രദേശ് സ്വദേശികളായ ലക്ഷ്മി നാരായണനും കൈലാസും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ഇവര് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്നുണ്ടായ അക്രമത്തിലാണ് ഇപ്പോൾ ലക്ഷ്മി നാരായണൻ മരിച്ചിരിക്കുന്നത്. ഇവർ കോഴിക്കോട് മലപ്പുറം ജില്ലാതിർത്തിയായ എരഞ്ഞിമാവിലാണ് താമസം. അവിടെ ഈ ചെടിച്ചട്ടുകൾ ഉൾപ്പെടെയുള്ള നിർമ്മിച്ചുകൊണ്ട് ഏറെക്കാലമായി ഈ പ്രദേശത്ത് താമസിക്കുന്നവരാണ് ഇവര്. ഇന്നലെ രാത്രിയാണ് ഇവർ തമ്മിൽ തർക്കമുണ്ടാകുകയും സഹോദരനായ കൈലേഷ് ലക്ഷ്മി നാരായണനെ ആക്രമിക്കുകയും ചെയ്തത്. ഇതിൽ ഗുരുതര പരിക്കേറ്റ ഇയാൾ മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ ബോഡി തൊട്ടടുത്ത റോഡരികിൽ നിർത്തിയിരുന്ന ലോറിയുടെ അടിയിലേക്ക് കൊണ്ടുപോയി വിടുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്നും പറയാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ കൊലപാതകം നടത്തിയ കൈലാസിനെ അരീക്കോട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു വരികയാണ്. മുൻ വൈരാഗ്യമോ അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ള ഉപയോഗിച്ചിട്ടാണോ ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതെന്നുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ദാരുണമായൊരു കൊലപാതകമാണ് ഉണ്ടായിരിക്കുന്നത്. ശരി, ഗുലാം നബി ആസാദാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. കോഴിക്കോട് ഇതര സംസ്ഥാന തൊഴിലാളിയാണ് സഹോദരനെ തലക്കടിച്ചു കൊന്നത്. ഉത്തർപ്രദേശ് സ്വദേശികളാണ് രണ്ടുപേരും. ലക്ഷ്മി നാരായണൻ എന്ന സഹോദരനെയാണ് മറ്റൊരു സഹോദരൻ കൈലാസ് തലക്കടിച്ചു കൊന്നത്. അരീക്കോട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിലുള്ളത്. എരഞ്ഞിമാവിനടുത്ത് അവിടെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. അവിടെ ഒരു സിമന്റ് നിർമ്മാണം നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരാണ് രണ്ടുപേരും എന്നാണ്, സിമന്റ് ചട്ടികൾ നിർമ്മിക്കുന്ന സ്ഥാപനത്തിലെ തൊഴിലാളികളാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും രണ്ടുപേർ തമ്മിലുണ്ടായ തർക്കം സഹോദരനെ കൊല്ലുന്ന സാഹചര്യത്തിലേക്ക് എത്തി.
തിരുവനന്തപുരം പേട്ട റെയിൽവേ ആശുപത്രിയിൽ നിന്ന് വെടിയുണ്ടകൾ കണ്ടെത്തി. മഗ്ഗിനുള്ളിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു വെടിയുണ്ടകൾ. ഇന്ന് രാവിലെയാണ് ഈ സംഭവം. വെടിയുണ്ടകൾ RPF ഉപയോഗിക്കുന്നതാണെന്നാണ് കണ്ടെത്തൽ. വിരമിച്ച ജീവനക്കാരിൽ ആരോ കൈവശമുണ്ടായിരുന്ന വെടിയുണ്ടകൾ ഉപേക്ഷിച്ചതാകാമെന്നാണ് റെയിൽവേ ഇന്റലിജൻസിന്റെ നിഗമനം. വഞ്ചിയൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അന്വേഷണം ആരംഭിച്ചു. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകും. ഡാൻ, ഇതിൽ അസ്വാഭാവികത എന്തെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനെ ആശുപത്രിയിൽ ഒരു മഗ്ഗിനുള്ളിൽ ഈ വെടിയുണ്ടകൾ കണ്ടെത്തേണ്ട സാഹചര്യം എങ്ങനെയാണ് അത് വന്നത്? പേട്ടയിലെ റെയിൽവേ ഹോസ്പിറ്റൽ, അതായത് റെയിൽവേ ജീവനക്കാർക്ക് വേണ്ടി RPF-ൻ്റെയും RRPF-ൻ്റെയും ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയുള്ള, വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് വേണ്ടി കൂടിയുള്ള ആശുപത്രിയാണിത്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ആളുകൾക്ക് അവിടെ സാധാരണ മറ്റ് ആശുപത്രികളിൽ എത്തുന്ന പോലെ പ്രവേശനമില്ല. ചികിത്സാ സഹായം തേടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പുറത്തു നിന്നുള്ള ആരും ഈ ഒരു സെക്യൂരിറ്റിയൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ആ ആശുപത്രിക്കുള്ളിൽ കയറി അവിടുത്തെ ശുചിമുറിയിൽ ഇങ്ങനെ വെടിയുണ്ടകൾ ഉപേക്ഷിക്കുമെന്ന് നിലവിൽ അവർ കരുതുന്നില്ല. ആ പശ്ചാത്തലത്തിലാണ് അല്ലെങ്കിൽ വിരമിച്ച ഏതോ ഉദ്യോഗസ്ഥർ കൈവശമുണ്ടായിരുന്ന വെടിയുണ്ടകൾ ഈ മഗ്ഗിനുള്ളിൽ ഈ ബാത്റൂമിൽ ഉപേക്ഷിച്ചിട്ട് പോയതാകാം എന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, RPF ഉദ്യോഗസ്ഥർ, അതായത് റെയിൽവേ പോലീസ് ഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഉപയോഗിക്കുന്ന പിസ്റ്റലിലെ വെടിയുണ്ടകളാണ് ഈ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തുനിന്ന് ഉള്ളതല്ല. ഉദ്യോഗസ്ഥരിൽ ആരോ ഉപയോഗിച്ച അല്ലെങ്കിൽ കൈവശമുണ്ടായിരുന്ന വെടിയുണ്ടകൾ പിന്നീട് കൊണ്ട് രഹസ്യമായി അവിടെ ഉപേക്ഷിക്കുകയായിരുന്നു എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ റെയിൽവേ ഇന്റലിജൻസും പോലീസും എത്തിയിരിക്കുന്നത്. വിശദമായ പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വഞ്ചിയൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത്. അതോടൊപ്പം റെയിൽവേ ഇന്റലിജൻസിന്റെ സമാന്തരമായ അന്വേഷണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസത്തിനകത്ത് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ മുഴുവൻ ആളുകളുടെയും വിരമിച്ച ഉദ്യോഗസ്ഥരുടെ പ്രത്യേകിച്ചും വിവരങ്ങൾ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ വെടിയുണ്ടകൾ ഈ ആശുപത്രിയുടെ ബാത്റൂമിനുള്ളിൽ മഗ്ഗിൽ ഉപേക്ഷിക്കാനിടയ സാഹചര്യം എന്ന് കണ്ടെത്താനാണ് അത്തരത്തിലുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് അസ്വാഭാവികതകളൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതകൾ ഉണ്ടോ എന്നറിയാൻ വിശദമായ പരിശോധന തന്നെ നടക്കുന്നുണ്ട്. എവിടെ നിന്നെങ്കിലും ഈ വെടിയുണ്ടകൾ മോഷണം പോയിട്ടുണ്ടോ, അതായത് ഇത് സൂക്ഷിച്ചിരുന്ന ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് എണ്ണത്തിൽ കുറവ് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കം കണ്ടെത്താനുള്ള പരിശോധനകളും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഡാനെ, ഈ വിരമിച്ച ജീവനക്കാരിൽ ആരോ കൈവശം വെച്ചിരുന്ന വെടിയുണ്ടകളായിരിക്കാം, അത് ഉപേക്ഷിച്ചതാകാമെന്ന് റെയിൽവേ ഇന്റലിജൻസ് അങ്ങനെ ഒരു നിഗമനം പറയുമ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക? ഈ വെടിയുണ്ടകൾ അങ്ങനെ വിരമിച്ച ഉദ്യോഗസ്ഥരുടെ കൈകളിൽ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടോ? അത് കൃത്യമായ കണക്കുകൾ ഉണ്ടാകുന്ന സംഭവത്തിൽ വിടുന്നതല്ലേ വെടിയുണ്ടകളൊക്കെ? തീർച്ചയായിട്ടും അങ്ങനെ കണക്കുകൾ അത് സൂക്ഷിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ കൈവശം ഉള്ള വെടിയുണ്ടകൾ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ അത് നിയമവിരുദ്ധമായി കൈവശം വെച്ച് ആരെങ്കിലും അത് പിന്നീട് നേരിട്ട് കൊടുത്താൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ബാത്റൂമിൽ ഉപേക്ഷിച്ചതാകാനുള്ള സാധ്യതയാണ്. ഇത് ഉറപ്പിച്ച് പറയുന്ന കാര്യമല്ല. അവർ മുമ്പോട്ട് വെക്കുന്ന ഏറ്റവും ഒരു സാധ്യതയുള്ള കാര്യം, സംഭവിക്കാൻ ഏറ്റവും സാധ്യതയേറിയത് ഇങ്ങനെ ഒരു കാര്യത്തിനാണ് എന്നൊരു വിലയിരുത്തലാണ് അത്തരമൊരു നിഗമനത്തിലേക്ക് അവർ എത്തുന്നത്. അതല്ല എങ്കിൽ മറ്റേതെങ്കിലും ജീവനക്കാർ കൊണ്ട് ഉപേക്ഷിച്ചതാണ്. അപ്പുറത്തേക്ക് പുറത്തു നിന്നുള്ള ആളുകൾക്ക് ഈ വെടിയുണ്ടകൾ, അതായത് RPF-ൻ്റെ പിസ്റ്റലിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ടകൾ പുറത്തുള്ള ആളുകൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള ജീവനക്കാരെയോ വിരമിച്ച ജീവനക്കാരെയോ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഈ പരിശോധനകൾ നടക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2-3 ദിവസത്തിനകത്ത് അവിടെ ചികിത്സ തേടി എത്തിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ ശേഖരിക്കുന്ന വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പരിശോധനയിൽ കൃത്യമായി ഈ വെടിയുണ്ടകൾ ആരാണ് ഈ ബാത്റൂമിലെ മഗ്ഗിനുള്ളിൽ ഒളിപ്പിച്ചത് എന്ന് കണ്ടെത്താൻ കഴിയുമെന്ന വിലയിരുത്തലാണ്, പ്രതീക്ഷയിലാണ് ഇപ്പോൾ റെയിൽവേ ഇന്റലിജൻസ് വിഭാഗമുള്ളത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്താണേലും ആശുപത്രിയിൽ, തിരുവനന്തപുരം പേട്ട റെയിൽ ആശുപത്രിയിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു മഗ്ഗിനുള്ളിൽ വെടിയുണ്ടകൾ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായത്. ഏതാണ്ട് 7 വെടിയുണ്ടകളാണ് ആ മഗ്ഗിനുള്ളിൽ ഉപേക്ഷിച്ച നിലയിലായി കണ്ടത്. ഇന്ന് രാവിലെയാണ് സംഭവം. അപ്പോൾ അതിൽ പ്രധാനമായും അത് RPF ഉപയോഗിക്കുന്ന വെടിയുണ്ടകളാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതെങ്ങനെ വന്നു എന്നുള്ളതിനാണ് ഇനി ഉത്തരം കിട്ടേണ്ടത്. വിരമിച്ച ജീവനക്കാരിൽ ആരെങ്കിലും കൈവശം വെച്ചിരുന്നത് അത് അവിടെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചോ എന്നുള്ളതായിരിക്കാം. ഒരുപക്ഷെ അത്തരത്തിലാണ് റെയിൽവേ ഇന്റലിജൻസിന്റെ വാദം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അവിടെ ചികിത്സ തേടിയവർ ആരൊക്കെ അവരുടെ കയ്യിൽ ഈ വെടിയുണ്ടകൾ കൈവശം വെച്ചിരുന്നോ, ഇത്തരം കാര്യങ്ങളൊക്കെ അല്ല ഇനി ഉപയോഗിക്കുന്നവരുടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടോ, ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം തേടേണ്ടതുണ്ട്. പക്ഷേ വലിയ അസ്വാഭാവികത ഇല്ല എന്ന് തന്നെ നമുക്ക് കരുതാം. അങ്ങനെയാണ് ഡാൻ കുര്യനും വിവരങ്ങൾ നൽകുന്നത്. സ്പോട്ട് ലൈവിന്റെ സമയം പൂർണ്ണമാവുകയാണ്.